ഹായ് ഓൾ, വെൽക്കം ടു കോഡ് ക്ലാസ്സസ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സ് അല്ലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ വെൻ ഡയഗ്രാം ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെൻ ഡയഗ്രാം. ഓക്കെ, അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ സ്റ്റാർട്ടിങ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബേസ് കുഴപ്പമില്ല, നമുക്ക് ഒന്നും കൂടെ നോക്കാം അല്ലെ. വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗ്രാം ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു അല്ലെ. എന്ത്? ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ, നമുക്ക് തന്നിരിക്കുന്നതൊക്കെ ഡയഗ്രാം ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. എങ്ങനെയാ? സർക്കിൾ വരച്ചിട്ട് അല്ലെ. ഇപ്പൊ യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാ? ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, ഇത് യൂണിവേഴ്സൽ സെറ്റ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്നുള്ള ഒരു സെറ്റ്, ഇത് ബി എന്നുള്ള ഒരു സെറ്റ് അല്ലെ. ഇത് യൂണിവേഴ്സൽ സെറ്റ്. നമ്മൾ എന്താ എക്സാമ്പിൾ പറഞ്ഞത്? നമ്മൾ സ്കൂൾ ബാഗ്, നിങ്ങളുടെ സ്കൂൾ ബാഗിൽ നിങ്ങൾ എന്താണ് സാധനങ്ങൾ ക്യാരി ചെയ്തുകൊണ്ട് പോവാണ്. ഓക്കെ, അതാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തേക്കുന്നത് അല്ലെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. എന്താണ്? ഇപ്പൊ നിങ്ങൾ സ്കൂൾ ബാഗ് കൊണ്ടുപോവുകയാണ്. ഓക്കെ, അപ്പൊ സ്കൂൾ ബാഗിനുള്ളിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാ വരുന്നത്? സ്കൂൾ ബാഗിനുള്ളിലുള്ളത് പെൻസില്, പെൻസില്, ടിഫിൻ ബോക്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞു മറക്കാത്തൊരു സാധനമാണ് ടിഫിൻ ബോക്സ്, മറക്കരുത് കേട്ടോ. ടിഫിൻ ബോക്സ്. പിന്നെ എന്താണ്? അംബർല, മെയിൻ സാധനം ബുക്സ് അല്ലെ. നമുക്ക് ആവശ്യമില്ലെങ്കിലും ടീച്ചർമാർക്ക് ആവശ്യമുള്ള മെയിൻ സാധനം ബുക്സ്, കാൽക്കുലേറ്റർ, പിന്നെ അങ്ങനത്തെ കുറെ സാധനങ്ങളില്ലേ. എന്തൊക്കെയുണ്ട്? പിന്നെ എന്താണ്? ഇൻസ്ട്രുമെന്റ് ബോക്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പൊ ഇത്രയും സാധനം ഓൾറെഡി ഇതിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അല്ലെ. അതാണ് നമ്മുടെ, ഇത് കൂടുതലൊന്നും പറ്റില്ല. ഓക്കെ, നമ്മൾ ഡിഫൈൻ ചെയ്ത് ഇത്രേ പറ്റുള്ളൂ, ഇത്രയാണ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന സാധനങ്ങൾ. അതെന്ന് പറയുന്നതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഈ സ്ക്വയർ അല്ല റെക്ടാംഗിൾ ഷേപ്പിൽ നമ്മൾ വരച്ചില്ലേ, ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പൊ എന്താണ്? നിങ്ങൾ ഈ ഒരു ടി വി ഇതിൽ വരുന്നുണ്ടോ? ഇല്ല, ടി വി ഇതിൽ വരുന്നില്ല. കാരണം എന്താ? ഈ സെറ്റിനുള്ളിൽ വരുന്നതിലാണോ? അല്ല, യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ ടി വിയും കൂടി ഇൻക്ലൂഡഡ് അല്ലേ എന്ന് ചോദിക്കരുത്. കാരണം എന്താ? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി, കൺസിഡർ ചെയ്യുന്ന പ്രോപ്പർട്ടി ഇവിടെ എന്താ? ബി, അതായത് ബാഗിൽ കൊള്ളുന്ന സാധനങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലുള്ള സാധനങ്ങളാണ് എന്താണ്? ഈ യൂണിവേഴ്സൽ സെറ്റിന്റെ ഉള്ളിൽ വരുന്നത്. ക്ലിയർ ആണോ? അതിലെന്ത് ചെയ്യുന്നു? അതിന്റെ ഒരു സെറ്റാണ് എ. എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എഴുതാൻ പറ്റിയ സാധനങ്ങളാണ് എ എന്ന് വിചാരിക്കാം. അങ്ങനെയാണ് എ എന്നുള്ള സെറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? എ എന്നുള്ള സെറ്റില് പെൻ ഉണ്ടാവും, പെൻസിൽ ഉണ്ടാവും അല്ലെ. ഓക്കെ, ബി എന്നുള്ള സെറ്റോ? ബി എന്നുള്ള സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിക്കാൻ പറ്റാത്ത സാധനങ്ങൾ. അപ്പൊ എന്താ? ടിഫിൻ ബോക്സ് ഒഴിച്ച് ബാക്കി എല്ലാം ബി എന്നുള്ള സെറ്റ്. ഓക്കെ, അപ്പൊ ചില സാധനങ്ങൾ എന്താണ്? എയും ബിയും കമ്പൈൻഡ് ആയിട്ട് വരും അല്ലെ. ചിലത് എയിൽ മാത്രം വരും, ചിലത് ബിയിൽ മാത്രം വരും, ചിലത് രണ്ടിലും കൂടെ വരും. ഓക്കെ, ചിലത് രണ്ടിലും ഇല്ലാത്തത് വരും അല്ലെ. രണ്ടിലും ഇല്ലാത്തത് വരും. ഇപ്പം ഐഡിയ കിട്ടിയോ? അതായത് അങ്ങനെയാണ്, അങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ്. ഇപ്പൊ എയിൽ മാത്രം ഉള്ളത് എങ്ങനെയാ? ഇത് എയിൽ മാത്രം ഉള്ളത് അല്ലെ. എയിൽ മാത്രം ഉള്ളതാണ് ഇവിടെ ഇതിന്റെ ഉള്ളിൽ വരുന്നത്, ഈ സർക്കിളിന്റെ ഉള്ളിൽ വരുന്നത്. എയിലുള്ളത്, എയിൽ മാത്രം ഉള്ളതല്ല, എയിലുള്ളതാണ് ഈ സർക്കിളിന്റെ ഉള്ളിൽ വരുന്നത്. അപ്പൊ എയിൽ മാത്രം ഉള്ളതാണെങ്കിലോ എയിലുണ്ട് ബിയിലില്ല. ഇതാണ് എയിലുണ്ട് ബിയിലില്ല എന്ന് പറയുന്നത് അല്ലെ. ഇനി ബിയിലുണ്ട് എയിലില്ല എന്ന് പറയുന്നതോ ഇത്. ക്ലിയർ ആയോ? അപ്പൊ എയിലും ബിയിലും കൂടി ഉള്ളതോ ഈ നടുക്കത്തെ സാധനമാണ് എയിലും ബിയിലും കൂടി ഉള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സെറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ സെറ്റിനുള്ളിൽ വരുന്ന കുറെ ഓപ്പറേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് ഓപ്പറേഷൻസ്. ഓക്കെ, ഓപ്പറേഷൻസ് ഓൺ എ സെറ്റ് ഏതൊക്കെയാണ്? യൂണിയൻ, രണ്ട് ഇന്റർസെക്ഷൻ. ഓക്കെ, യൂണിയൻ, ഇന്റർസെക്ഷൻ. ഓക്കെ, നമ്മളിപ്പം എന്താണ് ഒരു രണ്ട് സെറ്റ് എയും ബിയും കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലും ബിയിലും കൂടെ ഉള്ളതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് അല്ലെ. കണ്ടോ? എ യൂണിയൻ ബി, എയിലും ബിയിലും ഉണ്ട്. അപ്പൊ എയിലുള്ളത് ബിയിലുള്ളതും കൂടെ ചേർന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഷെയ്ഡ് ചെയ്യുന്നു. അപ്പൊ എ യൂണിയൻ ബി കാണാം. ഓക്കെ, ഇതാണ് എ യൂണിയൻ ബി. ഓക്കെ, ഇനി എ ഇന്റർസെക്ഷൻ ബി ആണെങ്കിലോ എ ബി എന്നുള്ള രണ്ട് സെറ്റാണ്. ഓക്കെ, എയിലും ബിയിലും രണ്ടിലും ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് പറയാം? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയോ? എ യൂണിയൻ ബി ക്ലിയർ ആയി, എ ഇന്റർസെക്ഷൻ ബി ക്ലിയർ ആയി. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലിമെന്റ്.
ഓക്കെ. കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോംപ്ലിമെന്റ്. സപ്പോസ് ഒരു യൂണിവേഴ്സൽ സെറ്റ്, ഇത് യൂണിവേഴ്സൽ സെറ്റ്, ഇത് എ എന്നുള്ള സെറ്റ്. ഓക്കെ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ ഉള്ളിലുള്ളതല്ലേ? സർക്കിളിന്റെ ഉള്ളിലുള്ളതാണ് എ എന്നുള്ള സെറ്റിലുള്ളത്. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സർക്കിളിന്റെ ഉള്ളിലുള്ളത് ഇല്ല, ബാക്കിയെല്ലാം. അതാണ് എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് നമ്മൾ എങ്ങനെയെന്നോ എ ഡാഷ് എന്ന് പറയും, അല്ലെങ്കിൽ എ സി എന്ന് പറയും, എ കോംപ്ലിമെന്റ്. ഓക്കെ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാഫിക്കലി കാണിക്കുകയാണെങ്കിൽ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം അല്ലെ? അതായത് സർക്കിൾ എ എന്നുള്ള സർക്കിളിൽ ഇല്ല, ബാക്കി പുറമേ ഉള്ള കാര്യങ്ങളാണ് എ കോംപ്ലിമെന്റിൽ വരുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എ യൂണിയൻ മനസ്സിലായി, ഇന്റർസെക്ഷൻ മനസ്സിലായി, എ കോംപ്ലിമെന്റ് മനസ്സിലായി. ഓക്കെ ആണോ? ഇത് മനസ്സിലായെങ്കിൽ ഇനി അടുത്ത സാധനം എ മൈനസ് ബി. അടുത്ത 4 എന്താ നമ്പർ ഏതെങ്കിലും ഇട്ടോ. എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? നോക്കിയേ, ഇത് എ, ഇത് ബി. ഓക്കെ. അപ്പൊ എ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ എന്ന് പറഞ്ഞാല് ഇത്രയും ഭാഗം വരും അല്ലെ? എയിൽ നിന്ന് ബി മൈനസ് ചെയ്യണം എന്ന് പറഞ്ഞാലോ? എയിൽ നിന്ന് ബി മൈനസ് ചെയ്യണം എന്ന് പറഞ്ഞാല് എന്ത് ചെയ്യുന്നു? ഇത്രയും ഭാഗത്ത് നിന്ന് എന്ത് മൈനസ് ചെയ്തു? ഈ ഭാഗം മൈനസ് ചെയ്തു അല്ലെ? ഏത് ഭാഗം മൈനസ് ചെയ്തു? ഇതിൽ നിന്ന് ഏത് ഭാഗം മൈനസ് ചെയ്തു? ഇത്രയും ഭാഗം മൈനസ് ചെയ്തു. അപ്പൊ എന്താണ് എ മൈനസ് ബി എന്ന് പറയുന്നത്? കളർ മാറിപ്പോയോ? ഓക്കെ. എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ്? ബാക്കി ഇത്രയും ഭാഗമാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എ മൈനസ് ബി ഒന്നുകൂടെ പറയാം. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലുണ്ട്, എ ആദ്യം എടുത്തു, അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അതിൽ ബി ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ ഭാഗം അങ്ങോട്ട് മാറ്റി. അതാണ് എ മൈനസ് ബി. ഇനി ബി മൈനസ് എ എന്ന് പറഞ്ഞാലോ? ബി മൈനസ് എ. ഓക്കെ. ബി മൈനസ് ഓക്കെ. ബി മൈനസ് എ. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എ, ഇത് ബി. ഓക്കെ. ഇത് എ, ഇത് ബി. അവിടെ എന്താണ്? ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ബി എന്നുള്ളത്. അതിൽ നിന്ന് എന്ത് കുറച്ചു? അതിൽ നിന്ന് എ എന്നുള്ള പാർട്ടങ്ങ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? ബാക്കി ബിയില് ഇത്രയും ഭാഗം വരും അല്ലെ? ഇത് എ, ഇത് ബി ആണെങ്കിൽ എന്താണ്? ബിയില് ഈ ഭാഗം വരും. ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ബി മൈനസ് എ. അപ്പൊ അത്രയും ക്ലിയർ ആയില്ലേ? അപ്പൊ എ മൈനസ് ബി മനസ്സിലായി, ബി മൈനസ് എ മനസ്സിലായി, യൂണിയൻ മനസ്സിലായി, കോംപ്ലിമെന്റ് മനസ്സിലായി, ഇന്റർസെക്ഷൻ മനസ്സിലായി, ഒക്കെ മനസ്സിലായില്ലേ? ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാം. ഓക്കെ. ഇനി അടുത്ത ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഒരു ലോ എന്താ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എ എന്നുള്ളത്, ഇത് ബി ഉണ്ട്. ഓക്കെ. ഇത് എ, ഇത് ബി. ഓക്കെ. എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ അല്ലെ? എൻ ഓഫ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ. ഇപ്പൊ സപ്പോസ് എയില് ഒരു 10 എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ. ബിയില് ഒരു 7 എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ. അതില് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ സെന്ററിലുള്ള ഭാഗം അല്ലേ? സെന്ററിലുള്ള ഭാഗത്ത് രണ്ടിലും കൂടെ ഉള്ളത് എത്രയാണ്? ഒരു 3 എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. രണ്ടിലും കൂടെ 3 എലമെന്റ്സ്. ഓക്കെ. എയില് 10 എലമെന്റ്സ് ഉണ്ട്, ബിയിൽ ടോട്ടൽ 7 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ. രണ്ടിലും കൂടെ 3 എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി, നമ്പർ ഓഫ് എ യൂണിയൻ ബി എത്രയാണെന്നാണ് ഞാൻ ചോദിച്ചത്. എന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ എയിൽ 10 എലമെന്റ്സ് ഉണ്ട്, ബിയിൽ 7 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ഓൾസോ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ അതായത് രണ്ടിലും കൂടെ 3 എലമെന്റ്സ് ഉണ്ട്, 3 എണ്ണം. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എത്രയാണ്? ഓക്കെ. നോക്കിയടാ, എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? മൊത്തം 10 എലമെന്റ്സ് ആണുള്ളത് അല്ലെ? 10 എലമെന്റ് ആണ് എയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ എയില്, അതായത് ഈ സർക്കിൾ അല്ലേ എയുടെ സർക്കിൾ അല്ലേ ഇത്? ഇവിടെ 3 ആണെങ്കിൽ ഈ സർക്കിളിനുള്ളിൽ എത്ര ഉണ്ടാകണം? 10 എലമെന്റ്സ് ഉണ്ടാവണം. ഓൾറെഡി സർക്കിളിനുള്ളിൽ ഇപ്പൊ നിലവിൽ എത്ര എണ്ണം ഞാൻ മാർക്ക് ചെയ്തു? 3 മാർക്ക് ചെയ്തു, 3 മാർക്ക് ചെയ്തില്ലേ? അപ്പൊ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? 7. 7 + 3 10 അല്ലെ? 10 എലമെന്റ്സ് അല്ലേ ഉള്ളേ? ഇവിടെ 7 ആയിരിക്കും. ഇവിടെയോ? ബിയില് മൊത്തം 7 എലമെന്റ്സ് ആണുള്ളത്. ഇവിടെ ഉള്ളില് ഇന്റർസെക്ഷൻ, ഇതിന്റെ ഉള്ളില് ഞാൻ ഓൾറെഡി എത്ര 3 മാർക്ക് ചെയ്തു. അപ്പൊ ബാക്കി എത്രയും കൂടി ഉണ്ടാവും? 4 എലമെന്റും കൂടി ഉണ്ടാവും. നല്ല 4 + 3 7 എലമെന്റ്സ് ആവുള്ളൂ. ഓക്കെ. ഇവിടെ 7 എലമെന്റ്സ്, ഇവിടെ 10 എലമെന്റ്സ്. ഓക്കെ.
അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എലമെന്റ്സ് എത്രയായിരിക്കും? 7 + 3 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 14 എലമെന്റ്സ് ആയിരിക്കും ടോട്ടൽ ഉണ്ടാവുക. 10 എലമെന്റ്സും ഇതിൽ 7 എലമെന്റ്സും ആയതുകൊണ്ട് ടോട്ടൽ 17 എലമെന്റ്സ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? ടോട്ടൽ 17 എലമെന്റ്സ് ആണോ? അല്ല, ഈ 3 എലമെന്റ്സ് എന്താണ്? രണ്ടിലും കൂടെ ഉണ്ട് അല്ലേ? ക്ലിയർ ആയോ? 10 എലമെന്റ്സ് എയിൽ 10 ഉണ്ട്, ബിയിൽ 7 ഉണ്ട്. അപ്പൊ ടോട്ടൽ 17 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഈ 3 എണ്ണം, അതിൽ 3 എണ്ണം കോമൺ ആണ്. ക്ലിയർ ആയോ? 3 എണ്ണം കോമൺ ആയതുകൊണ്ട് ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ 14 എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ 3 എണ്ണം കോമൺ ആണ് അല്ലേ? ക്ലിയർ അല്ലേ? കൺസെപ്റ്റ് കിട്ടിയില്ലേ? ഇനി അത് നമ്മുടെ ഇക്വേഷന്റെ രൂപത്തിൽ എഴുതുകയാണ്. ഓക്കെ, n of A union B എന്ന് പറയുന്നത് n of A union B is equal to n of A plus n of B minus n of A intersection B. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? n of A union B നമുക്ക് എത്ര കിട്ടിയ? നമ്മുടെ ആൻസർ നമ്മൾ അല്ലാതെ കണ്ടുപിടിച്ചു. എത്രയാ? 14 അല്ലേ? n of A എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. n of B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7. n of A intersection B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 അല്ലേ? അപ്പൊ 10 + 7 17 - 3 14 അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ 14, അവിടെ 14 ഈക്വൽ ആണ് അല്ലേ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? n of A union B എന്ന് പറഞ്ഞാൽ n of A plus n of B minus n of A intersection B. ഈ കൺസെപ്റ്റ് വേറെ രീതി പറയുകയാണെങ്കിൽ എന്താണ്? ഇപ്പൊ നമ്മൾ എന്താണ്? ഇത് A, ഇത് B. ഓക്കെ, n of A എന്ന് പറയുന്നത് എന്താണ്? ഇത് മാർക്ക് ചെയ്ത് n of A. ഓക്കെ, n of B എന്ന് പറയുന്നതോ? n of B എന്ന് പറയുന്നത് നീല വെച്ചിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? n of A എന്ന് പറയുന്നത് വെള്ള വെച്ചിട്ട് മാർക്ക് ചെയ്തു. n of B എന്ന് പറയുന്നത് ആ ബ്ലൂ വെച്ചിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, അതിൽ ആ ഇന്റർസെക്ഷൻ ഭാഗത്ത് എന്ത് സംഭവിച്ചു നോക്കിയേ? വെള്ളയും വന്നു, നീലയും വന്നു. ഓക്കെ, അത് 2 പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, എയിൽ വന്നപ്പോഴും ബിയിൽ വന്നപ്പോഴും ആ ഇന്റർസെക്ഷൻ ഭാഗം നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഒരു ഇന്റർസെക്ഷൻ ഭാഗം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് A യൂണിയൻ B കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ A യൂണിയൻ B എന്ന് പറഞ്ഞാൽ എന്താണ്? n of A plus n of B. അതിൽ നിന്ന് ഒരു ഇന്റർസെക്ഷൻ കുറയ്ക്കണം, മൈനസ് n of A intersection B. ഇതായിരിക്കും നമ്മുടെ ഫോർമുല. ഓക്കെ, ഇനി ഇതിൽ A ഇന്റർസെക്ഷൻ n of A intersection B ആണ് കണ്ടുപിടിക്കുന്നെങ്കിലോ ഇത് ഇങ്ങോട്ട് എടുത്ത് A യൂണിയൻ B അങ്ങോട്ട് എടുത്താൽ പോരെ? അപ്പൊ n of A intersection B is equal to എന്താണ്? n of A plus n of B minus n of A യൂണിയൻ B. ക്ലിയർ ആയോ? ഇത് കാണുന്നുണ്ടോ? കുഴപ്പമില്ല, കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. n of A intersection B എന്ന് പറയുന്നത് എന്താണ്? n of A plus n of B minus n of A യൂണിയൻ B. ക്ലിയർ ആയോ? എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നോക്കി, ഇവിടെ ഇന്റർസെക്ഷൻ ഭാഗം മാത്രം വേണം. ഓക്കെ, n of A കൂട്ടി n of B. ഓക്കെ, മൈനസ് എന്ത് ചെയ്യുന്നു? ടോട്ടൽ ഇത് മൈനസ് ചെയ്ത് ഒരു ഇന്റർസെക്ഷൻ ഭാഗം എക്സ്ട്രാ ആഡ് ചെയ്തില്ലേ? അപ്പൊ A യൂണിയൻ B പ്ലസ് എന്താണ്? ഇന്റർസെക്ഷൻ ഭാഗം. അതിൽ നിന്ന് A യൂണിയൻ B കുറച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ ഇന്റർസെക്ഷൻ ഭാഗം മാത്രം കിട്ടി. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ n of A intersection B എന്ന് പറഞ്ഞാൽ n of A plus n of B minus n of A യൂണിയൻ B. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇപ്പൊ യൂണിയന്റെ പ്രോപ്പർട്ടി, ഇന്റർസെക്ഷന്റെ പ്രോപ്പർട്ടി ഒന്നുമില്ല, നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും. A യൂണിയൻ B. ഓക്കെ, A യൂണിയൻ B എന്ന് പറഞ്ഞാൽ എന്താണ്? വേറെ കളർ എടുക്കാം. ഓക്കെ, ഇത് A, ഇത് B. A യൂണിയൻ B എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മാർക്ക് ചെയ്ത ഭാഗം അല്ലേ? B യൂണിയൻ A എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മാർക്ക് ചെയ്ത ഭാഗം തന്നെ. അപ്പൊ A യൂണിയൻ Bയും B യൂണിയൻ Aയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. രണ്ടും കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്ജോയിന്റ് സെറ്റ് പറഞ്ഞു അല്ലെ? ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ 2 സെറ്റിലും കോമൺ എലമെന്റ്സ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ 0 ആകുന്നതല്ല ഡിസ്ജോയിന്റ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇത് എയും ഇത് ബിയും ആണ്. ഓക്കെ, ഇത് തമ്മിൽ ഇന്റർസെക്ഷൻ എത്രയായിരിക്കും? 0 അല്ലെ? അതായത് ജോയിന്റ് ഇല്ല. ഇങ്ങനെയുള്ളതാണ് ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഡിസ്ജോയിന്റ് സെറ്റ് ആണെങ്കിൽ എങ്ങനെ വരും? ഇങ്ങനെ വരും അല്ലെ? ഇതാണ് ഡിസ്ജോയിന്റ് സെറ്റ്. ഓക്കെ, അപ്പൊ എന്താണ്? A യൂണിയൻ B is equal to B യൂണിയൻ A. അപ്പൊ A യൂണിയൻ B എന്ന് പറയുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പൊ ഡിസ്ജോയിന്റ് സെറ്റ് ആണെങ്കിൽ A B, എയിലും ബിയിലും അല്ല, ഏതിലേലും ഉള്ളത് യൂണിയൻ അല്ലെ? എയിലുള്ളത് യൂണിയൻ, ബിയിലുള്ളത് ഇങ്ങനെ വരും. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അത് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്യുന്നത് ഒരേപോലെ അല്ല, സെയിം എഫക്റ്റ് ആണ്. ഇതാണ് A യൂണിയൻ B, B യൂണിയൻ A, കമ്മ്യൂട്ടേറ്റീവ് ലോ. ഓക്കെ, അടുത്ത ലോ ആണ് അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോയിൽ എന്താ പറയുന്നത്? A യൂണിയൻ B യൂണിയൻ C. അതായത് A യൂണിയൻ B, എയും ബിയും ഉണ്ട്,
അതെന്താണ്, ഒരു സിയും കൂടെ ഉണ്ട്, ഇത് സി. ഓക്കെ, എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എന്താണ്, ഇത്രയും മൊത്തം. അപ്പൊ എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഷെയ്ഡ് ചെയ്യുന്ന പോലെ ഇസിക്വൽ ടു എന്താണ്, എ യൂണിയൻ ബി യൂണിയൻ സി. ഇപ്പൊ ബി യൂണിയൻ സി എടുത്തു, അതിനോട് എയും കൂടെ യൂണിയൻ ചെയ്തു, രണ്ട് സെയിം ആണ്. അതാണ് അസോസിയേറ്റീവ് ലോ. അടുത്ത ലോ ഓഫ് ഐഡന്റിറ്റി. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ എയുടെ കൂടെ നൾ സെറ്റ് ആഡ് ചെയ്തു. എ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഉണ്ട്, അതിന്റെ കൂടെ നൾ സെറ്റ് ആഡ് ചെയ്തു അല്ലെ. എ യൂണിയൻ നൾ സെറ്റ് എ തന്നെ വരും. ഇത് എ എന്നുള്ള സെറ്റ്, അതിന്റെ കൂടെ എന്താണ് നൾ സെറ്റ് യൂണിയൻ അല്ലെ. എ യൂണിയൻ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ തന്നെ വരും. എയ്തർ നൾ സെറ്റിലുള്ള, നൾ സെറ്റിൽ ഒന്നുമില്ല, എയ്തർ നൾ സെറ്റിലുള്ളത് ഓർ എയിലുള്ളത് അല്ലെ. രണ്ടിലും കൂടെ ഇതിൽ എന്താണ്, ഇത് എ ഇത് നൾ സെറ്റ്. അപ്പൊ നൾ സെറ്റിൽ ഒന്നും ഇല്ല, അപ്പൊ എ യൂണിയൻ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എ തന്നെ വരും. അതേ സ്ഥലത്ത് എ ഇന്റർസെക്ഷൻ നൾ സെറ്റ് എന്ന് പറഞ്ഞാലോ, നൾ സെറ്റിലും ഉണ്ടാകണം എയിലും ഉണ്ടാവണം അല്ലെ. നൾ സെറ്റിലും എയിലും രണ്ടിലും കൂടെ കോമൺ ആയിട്ടുള്ളതാണ് ഇന്റർസെക്ഷൻ വരുന്നത്. അതെന്താണ്, അങ്ങനെയൊന്നുമില്ല അല്ലെ. അത് എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് തന്നെ വരും. അപ്പൊ എ ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആണെങ്കിൽ എന്ത് വരും, നൾ സെറ്റ് വരും. ക്ലിയർ ആയോ? എ യൂണിയൻ നൾ സെറ്റ് ആണെങ്കിലോ, എ യൂണിയൻ നൾ സെറ്റ് ആണെങ്കിൽ നൾ സെറ്റ് പ്ലസ് എ അല്ലെ, രണ്ടും കൂടെ ആഡ് ചെയ്ത് ഏതിലെങ്കിലും ഉണ്ടായാൽ മതി, അതാണ് യൂണിയൻ വരുന്നത്. അപ്പൊ എ യൂണിയൻ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എ വരും. ക്ലിയർ അല്ലേ? അടുത്തത് എ യൂണിയൻ എ. എ യൂണിയൻ എ എന്ന് പറഞ്ഞാൽ എ അവിടെ ഉണ്ട്, അടുത്ത എ അവിടെ തന്നെ ഉണ്ട് അല്ലെ. എ യൂണിയൻ എ എന്ന് പറഞ്ഞാൽ എ തന്നെ വരും. ഓക്കെ, യു യൂണിയൻ എ. യു എന്ന് പറഞ്ഞാൽ എന്താ, യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റിനോട് എന്ത് ചെയ്താലും, എന്ത് യൂണിയൻ ചെയ്താലും എന്തായിരിക്കും, യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. ഓക്കെ, യൂണിവേഴ്സൽ സെറ്റിനോട് ഇന്റർസെക്ഷനോ, യൂണിവേഴ്സൽ സെറ്റ് ഇന്റർസെക്ഷൻ എ ആണെങ്കിലോ, യൂണിവേഴ്സൽ സെറ്റിലും ഉണ്ടാകണം എയിലും ഉണ്ടാകണം. യൂണിവേഴ്സൽ സെറ്റിൽ എല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ എയിലുള്ളത് എല്ലാം യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് പറയാം, യു ഇന്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു എ എന്ന് പറയാം. അതേസമയത്ത് യൂണിവേഴ്സൽ സെറ്റ് യൂണിയൻ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എന്താണ്, ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യാം, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം, ഇൻ എ ഫ്ലൈറ്റ് 50 people speak Hindi, 20 speak English and 10 speak both English and Hindi. The number of people who speak at least one of the two languages is. Okay, okay, ഇത് എന്താണ്, നിങ്ങളുടെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, പ്രീവിയസ് ഇയർ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മൾ ഇത് എങ്ങനെ ചെയ്യാം, ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നേരെ വെൻ ഡയഗ്രം എടുക്കുക. ഓക്കെ, വെൻ ഡയഗ്രം വെച്ചിട്ട് അങ്ങ് ചെയ്യാം. എന്തൊക്കെയാണ് പറയുന്നത്, ഒന്ന്, രണ്ട് ലാംഗ്വേജ് ഉണ്ട് അല്ലെ. രണ്ട് ലാംഗ്വേജിന് നമ്മൾ ഓരോ സെറ്റ് ആയിട്ട് കൊടുക്കുക. ഫസ്റ്റ് എന്താണ്, ഹിന്ദി. അത് ഞാൻ എച്ച് എന്ന് കൊടുത്തു, ഹിന്ദി എന്നൊന്നും എഴുതി വെറുതെ സമയം കളയണ്ട. ഓക്കെ, സിമ്പിൾ ആയിട്ട് എച്ച് എന്ന് കൊടുത്തു. അപ്പൊ ഹിന്ദി സ്പീക്ക് ചെയ്യുന്ന എത്ര പേരുണ്ട്, ഇന്ന ഫ്ലൈറ്റ് 50 people speak ഹിന്ദി. ഞാൻ ആദ്യം പുറത്ത് എഴുതിട്ടോ, ഉള്ളിലേക്ക് പിന്നെ എഴുതാം നമുക്ക്. 50 people speak ഹിന്ദി. ഓക്കെ, 20 speak എന്ത്, ഇംഗ്ലീഷ് ഈ കൊടുത്തു. ഈ എത്ര പേരുണ്ട്, മൊത്തം 20 പേര് ഈ ഇംഗ്ലീഷ് സംസാരിക്കും. ഓക്കെ, അതിലെ 10 പേരെന്താണ്, ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി സംസാരിക്കും. എന്ന് പറഞ്ഞാൽ എവിടെയാ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ അല്ലേ. ഓക്കെ, അവിടെ എത്ര പേരുണ്ട്, അത് 10 numbers അല്ലെ. നമ്പർ 10 speak both English and Hindi. ഓക്കെ, ഇത് 10 പേര് എന്ത് സംസാരിക്കും, ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഓക്കെ, ഇവിടെ 10 എന്ന് കൊടുത്തു, ഇത് 10 പേര്. ഓക്കെ, 10 പേര് ഇന്റർസെക്ഷൻ, രണ്ടും ഉള്ളത് 10 numbers. ഓക്കെ, ഇനി എന്താ ചോദിച്ചേക്കുന്നത്, ദ നമ്പർ ഓഫ് പീപ്പിൾ ഹൂ സ്പീക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ടു ലാംഗ്വേജ് ഈസ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ടു ലാംഗ്വേജ്, എത്ര പേരാണ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ടു ലാംഗ്വേജ് സംസാരിക്കുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ഇതിൽ എങ്ങനെ സോൾവ് ചെയ്യാം. ഇവിടെ 10, രണ്ടും കൂടെ ഉള്ളത് 10 പേര്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്താണ്, ഹിന്ദി മാത്രം സംസാരിക്കുന്ന എത്ര പേരുണ്ട്, ഹിന്ദി മാത്രം സംസാരിക്കുന്നത് ബാക്കി എത്രയാ, 40 അല്ലെ. ഇത്ര ഐഡന്റിഫൈ ചെയ്യണം. ടോട്ടൽ ഹിന്ദി എന്താണ് സംസാരിക്കുന്നത് 50% ആണ്. ഓക്കെ, സോ 10 people speaks both. സോ എന്താണ്, ഹിന്ദി മാത്രമാണെങ്കിൽ 40, അതുകൊണ്ടല്ലേ ടോട്ടൽ 50 വന്നത്. 10 + 40 + 10 50. ഓക്കെ, അതേപോലെ തന്നെ ഇംഗ്ലീഷ് മാത്രമാണെങ്കിലോ, ഈ ഭാഗം എന്ത് വരും, ടോട്ടൽ ഇംഗ്ലീഷ് 20 ആണ്. അതിൽ 10 ഇവിടെ ഓൾറെഡി വന്നു, ബാക്കി എത്രയുണ്ട്, ഇവിടെ 10 കൂടി ആഡ് ചെയ്താലല്ലേ 20 ആവുള്ളൂ. ഓക്കെ,
എന്ത് കിട്ടി? ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി എന്താ? ദ നമ്പർ ഓഫ് പീപ്പിൾ ഹൂ സ്പീക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ടു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ ഏതെങ്കിലും ഒന്ന് സംസാരിക്കണം. ഓക്കെ, അത് എത്ര പേരുണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നേക്കുന്നതാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? എ യൂണിയൻ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ എച്ച് യൂണിയൻ ഇ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഇതിൽ ഏതെങ്കിലും ഈ 40ഓ 10ഓ ഈ 10ഓ ഇതിൽ എവിടെ വേണമെങ്കിലും ഒരാളാകാം. ഓക്കെ, മൊത്തം എത്ര പേരുണ്ട്? ഏതെങ്കിലും ഒന്നെങ്കിലും സംസാരിക്കുന്ന എത്ര പേരുണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, സോ എന്താ ഉദ്ദേശിക്കുന്നത്? എച്ച് യൂണിയൻ ഇ അല്ലെ? 40 + 10 + 10 ടോട്ടൽ എത്രയുണ്ട്? 60. സോ ആൻസർ വിൽ ബി 60. ഓക്കെ, അപ്പൊ നമ്മൾ വെൻ ഡയഗ്രം ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് എന്താണ് ഇക്വേഷൻ? എൻ ഓഫ് എച്ച് യൂണിയൻ ഇ എന്ന് പറയുന്നത് എന്താണ്? എൻ ഓഫ് എച്ച് പ്ലസ് എൻ ഓഫ് ഇ മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട്? എൻ ഓഫ് എച്ച് എത്ര തന്നിട്ടുണ്ട്? 50 എന്ന് തന്നിട്ടുണ്ട് അല്ലെ? എൻ ഓഫ് ഇ എന്ന് പറയുന്നത് 20 എന്ന് തന്നിട്ടുണ്ട്. എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇ എന്ന് പറയുന്നതോ 10 എന്ന് തന്നിട്ടുണ്ട്. സോ 50 + 20 70 മൈനസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 60. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആട്ടോ. എന്താണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാണ്. NCERT ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം കുറച്ചെണ്ണം പറ്റുന്നത്രയും. ഓക്കെ, ലിസ്റ്റ് ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് ദ സെറ്റ് -1 0 1. ഓക്കെ, സബ്സെറ്റ് നമ്മൾ സബ്സെറ്റ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞ ക്ലാസ് കണ്ടില്ലായിരുന്നോ? സബ്സെറ്റിന് വേണ്ടിയിട്ട് ഒരു ചാപ്റ്റർ മുന്നേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, ഒരു സെഷൻ തന്നെ നമ്മൾ സബ്സെറ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സബ്സെറ്റിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രോപ്പർ സബ്സെറ്റ്, ഇംപ്രോപ്പർ സബ്സെറ്റ് ഒക്കെ ഓർമ്മയുണ്ടോ? പിന്നെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇവിടെ 3 ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എത്ര ഉണ്ടാവും? ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ 2n അല്ലെ? n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് 3 അല്ലെ? നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് n, ഇവിടെ 3 അല്ലെ? അപ്പൊ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എത്ര ഉണ്ടാവും? 2³ അല്ലെ? എന്ന് പറഞ്ഞാൽ 8 അല്ലെ? 2 4 8. ഓക്കെ, 8 സബ്സെറ്റ് ഉണ്ടാവും. ഏതൊക്കെയാ അവിടുത്തെ സബ്സെറ്റ്? അവിടുത്തെ സബ്സെറ്റുകൾ പറഞ്ഞേടാ. ഫസ്റ്റ് 1, പിന്നെയോ -1 സ്റ്റാർട്ട് ചെയ്യാം. -1 അല്ല ഫസ്റ്റ്. അപ്പൊ 0 -1 0 1. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ 2 എലമെന്റ് ചേർന്ന് ഓർമ്മ എടുക്കാം. -1 0, പിന്നെ 0 1, പിന്നെ -1 1. ഓക്കെ, പിന്നെ നൾ സെറ്റ് അല്ലേ? നൾ സെറ്റ് എന്ന് പറഞ്ഞത് എല്ലാ സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും നൾ സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്തുണ്ട്? പിന്നെ 3 കൂടെ ഉള്ളത് -1 0 1. അപ്പൊ ടോട്ടൽ എത്രയായി? 3 6 7 8. ടോട്ടൽ 8 നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേ? ലിസ്റ്റ് ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് ദ സെറ്റ് എന്നല്ലേ തന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഈ എണ്ണത്തിന് എന്ത് പേര് പറയും? പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയും. ഇത് പ്രോപ്പർ സബ്സെറ്റ് ആണ്, ഇത് മാത്രം ഇംപ്രോപ്പർ സബ്സെറ്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Fill in the blanks to make each of the following a true statement. Okay, A union first. A union A complement. A union A complement. പെൻ ഡയഗ്രാം വരച്ചു നോക്കുക. ഇത് എ ആണ്. ഓക്കെ, ഇത് യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, എ യൂണിയൻ എ കോംപ്ലിമെന്റ്. ആദ്യം നമുക്ക് എ എന്ന് പറയുന്നത് എവിടെ വരും? എ എന്ന് പറയുന്നത് നമുക്ക് ഷെയ്ഡ് ചെയ്യാം. ഇതാണ് എ. ഇനി നമുക്ക് എ കോംപ്ലിമെന്റ് ഷെയ്ഡ് ചെയ്താലോ? എ കോംപ്ലിമെന്റ് ആകുമ്പോൾ മഞ്ഞ ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, മഞ്ഞ. ഇതാണ് എ കോംപ്ലിമെന്റ്. അപ്പൊ എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? മൊത്തം സാധനം ഷെയ്ഡ് വന്നില്ലേ? അപ്പൊ എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് യൂണിവേഴ്സൽ സെറ്റ് കിട്ടിയാ? ക്ലിയർ അല്ലേ? ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ്. നൾ സെറ്റിന്റെ കോംപ്ലിമെന്റോ? എന്താ സാധനം? എന്താ നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല്? എയുടെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ അല്ലാത്തത് യൂണിവേഴ്സൽ സെറ്റിലെ മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. എ അല്ലാത്തതെല്ലാം എന്താണ്?
എയുടെ കോംപ്ലിമെന്റ് ആണ് യൂണിവേഴ്സൽ സെറ്റിനകത്തുള്ളത്. അങ്ങനെയാണ് നൾ സെറ്റ് അല്ലാത്ത ബാക്കിയല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല. നൾ സെറ്റ് അല്ലാത്ത ബാക്കിയല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. അപ്പൊ നൾ സെറ്റ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എ, അതായത് യൂണിവേഴ്സൽ സെറ്റ് ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എന്താണ് എയുടെ എന്താണ് ഇന്റർസെക്ഷൻ പറയാൻ നേരത്തെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് യൂണിവേഴ്സൽ സെറ്റ് എ, യൂണിവേഴ്സൽ സെറ്റ് ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാല് മൊത്തം ഉണ്ട്. ഓക്കെ, ഇന്റർസെക്ഷൻ എ രണ്ടിലും കൂടി ഉണ്ടാവണം. രണ്ടിലും കൂടി ഉള്ളത് ഏതാ? യൂണിവേഴ്സൽ സെറ്റിലും ഉണ്ടാവണം, എയിലും ഉണ്ടാവണം. രണ്ടിലും കൂടി ഉണ്ടാവണമെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? ഇവിടെ എ ആയിരിക്കണം. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ എ തന്നെയായിരിക്കും. അതേസമയത്ത് യൂണിവേഴ്സൽ സെറ്റ് യൂണിയൻ എ ആണെങ്കിലോ? യൂണിവേഴ്സൽ സെറ്റ് യൂണിയൻ എ എന്ന് പറഞ്ഞാല് എയിലോ യൂണിവേഴ്സൽ സെറ്റിലോ ഏതിലേലും ഒന്നിലും ഉണ്ടായാൽ മതി. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ യൂണിവേഴ്സൽ സെറ്റ് തന്നെ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ത് വരും? എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് എ എന്ന് പറഞ്ഞാൽ എവിടെ വരും? ഇത് എ. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാലോ എയുടെ പുറത്തുള്ളത്. എ എന്ന് പറഞ്ഞാൽ എയുടെ ഉള്ളിലുള്ളത്, എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എയുടെ പുറത്തുള്ളത്. അപ്പൊ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാലോ എയുടെ ഉള്ളിലും ഉണ്ടാവണം, എയുടെ പുറത്തും ഉണ്ടാവണം. അങ്ങനെ ഏതെങ്കിലും വാല്യൂ ഉണ്ടോ? ഉള്ളിലും ഉണ്ടാവണം, പുറത്തും ഉണ്ടാവണം. കുമ്പിടി ആയിരിക്കണം രണ്ട് സ്ഥലത്ത് ഉണ്ടാവണമെങ്കിൽ. അപ്പൊ എന്താണ് ഇവിടെ? ഒരു വാല്യൂ ഇല്ല, നൾ സെറ്റ് അല്ലേ. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എയിലും ഉണ്ടാവണം, എയുടെ പുറത്തും ഉണ്ടാവണം. ഏതെങ്കിലും വാല്യൂ ഉണ്ടോ? ഇല്ല, നൾ സെറ്റ്. ഓക്കെ, അടുത്തതോ യു കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എ. യു കോംപ്ലിമെന്റ് എന്താ? യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാല് മൊത്തത്തിൽ വരുന്നതാണ് യൂണിവേഴ്സൽ സെറ്റ്. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നൾ സെറ്റ് അല്ലേ. യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് ഇന്റർസെക്ഷൻ എ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നൾ സെറ്റിലും ഉണ്ടാവണം, എയിലും ഉണ്ടാവണം. രണ്ടിലും കൂടി ഉണ്ടാവണം. നൾ സെറ്റിൽ ഒന്നുമില്ല. അപ്പൊ നൾ സെറ്റിൽ എയിലും കൂടി ഉള്ളത് എന്തായിരിക്കും? ഒന്നുമില്ല. എന്ത് വരും? നൾ സെറ്റ് തന്നെ വരും. ക്ലിയർ ആയോ? ഓക്കെ. Okay, next question. Let U be the set of all triangles in a plane. Okay, if A is a set of all triangles with at least one angle different from 60 degree, what is A complement? And the question, let U be the set of all triangles in a plane. അതായത് U എന്നുള്ള ഒരു സെറ്റ്, അതിലെന്താണ്? is a set of all triangles in a plane. Okay, if A is the set of all triangles with at least one angle different from 60 degree. Okay, at least one angle different from 60 degree. അതായത് എ എന്ന് പറയുന്ന ഒരു സെറ്റ്, അതിന്റെ ട്രയാങ്കിളിന്റെ ഉള്ളതാണ് എ എന്നുള്ള സെറ്റ്. എയിൽ എന്തായിരിക്കണം? അതിൽ ഒരു ആംഗിൾ എങ്കിലും, ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിൽ ഒരു ആംഗിൾ എങ്കിലും എന്താണ്? 60 ഡിഗ്രി, അറ്റ്ലീസ്റ്റ് വൺ ആംഗിൾ ഡിഫറെന്റ് ഫ്രം 60 ഡിഗ്രി. ഓക്കെ, 60 ഡിഗ്രി അല്ലാത്തതാണ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? ഒരാംഗിൾ എങ്കിലും 60 ഡിഗ്രി ആകണം. അപ്പൊ എ കോംപ്ലിമെന്റ് എന്താണ്? എ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആകരുത് അല്ലെ. 60 ഡിഗ്രി ആകരുത്, അറ്റ്ലീസ്റ്റ് വൺ ആംഗിൾ ഡിഫറെന്റ് ഫ്രം 60 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് 60 ഡിഗ്രി ആയിരിക്കണം. എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കണം. അതല്ലേ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. സോ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ആംഗിളും 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. സോ എ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. സോ അതാണ് എ എന്ന് പറയുന്നത്, എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാല് 60 ഡിഗ്രി ആകരുത്, 60 ഡിഗ്രി ആകരുത്. ഒരു ആംഗിൾ പോലും 60 ഡിഗ്രി ആകരുത്, അറ്റ്ലീസ്റ്റ് വൺ ആംഗിൾ ഡിഫറെന്റ് ഫ്രം 60 ഡിഗ്രി. സോ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാലോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? ഓൾ ആംഗിൾ ഷുഡ് ബി 60 ഡിഗ്രി. സോ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെറ്റ് ഓഫ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഓക്കെ, അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ ചെയ്യും, ബാക്കി രണ്ടെണ്ണം നിങ്ങൾ ഹോംവർക്ക് ചെയ്യണേ. ഓക്കെ, യു എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9. ഓക്കെ, 9 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ്. എ എന്ന് പറയുന്നത് 2 4 6 8, ബി എന്ന് പറയുന്നത് 2 3 5 7. വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് is equal to
എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, എ യൂണിയൻ ബി ഇവിടെ അല്ലല്ലോ, ഇവിടെ അല്ല. ഓക്കെ, ഇറേസർ എടുക്കട്ടെ. ഓക്കെ, ഇവിടെ അല്ല വരുന്നത്, എവിടെ വരും? എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. നോക്കിയേ, എ യൂണിയൻ ബി ആദ്യം എന്താ വരുന്നത് നോക്കിയേ, എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലും ഒന്നെങ്കിൽ എയിൽ അല്ലെങ്കിൽ ബിയിൽ ഉണ്ടാവണം. ഓക്കെ, എന്ത് വരും? എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാല് 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 2 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. റിപ്പീറ്റ് ചെയ്യണോ? വേണ്ട, സെറ്റിൽ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ സെറ്റ് 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. ഇത്രയും സാധനമല്ലേ എ യൂണിയൻ ബി ഉള്ളേ. ഇത് 2 4 6 8 2 4 6 8 2 4 6 8, ബാക്കിയോ 3 5 7 3 5 7. ഓക്കെ, ഇത്രയും, അതായത് 3 6 7 എലമെന്റ്സ് ഉണ്ട്. 7 എലമെന്റ്സ് ആർ ദർ ഇൻ എ യൂണിയൻ ബി. ഓക്കെ, സോ വാട്ട് വിൽ ബി എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? യൂണിവേഴ്സൽ സെറ്റിലെ യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ 1 to 9 ഉണ്ട്. അതിൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? എ യൂണിയൻ ബിയില് 7 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാലോ ബാക്കി 2 എലമെന്റ് അല്ലേ? ഏതൊക്കെയാ വരുന്നത്? എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ബാക്കി 1 ഉണ്ട്, 9 ഉണ്ട് അല്ലേ? അപ്പൊ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് 1 9. ഓക്കെ, അതാണ് LHS അല്ലെ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് നമ്മൾ ചെയ്തത്. RHSO, RHS ചെയ്യുമ്പോ എന്ത് കിട്ടും? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റിൽ എന്തൊക്കെ വരും? എ കോംപ്ലിമെന്റ് പറഞ്ഞേ. എ കോംപ്ലിമെന്റില് എയില് 2 4 6 8. അപ്പൊ എ കോംപ്ലിമെന്റിൽ എന്ത് വരും? 1 3 5 7 9. ഓക്കെ, ബി കോംപ്ലിമെന്റിൽ എന്തൊക്കെയുണ്ട്? ബി കോംപ്ലിമെന്റില് 1 4 6 8 9. ഇത്രയല്ലേ വരുന്നത്? ബിയില് 1 2 3 5 7 ആണ് വരുന്നത്. അപ്പൊ ബി കോംപ്ലിമെന്റിലോ 1 4 6 8 9. ഓക്കെ, അപ്പൊ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ രണ്ടിലും കൂടെ കോമൺ ആയിട്ടുണ്ടാവും. അപ്പൊ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തുണ്ടാവും? കോമൺ ആയിട്ട് 1 ഉണ്ട് അല്ലെ? പിന്നെ എന്തുണ്ട്? പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? 3 5 7 9 ഉണ്ട്. ഓക്കെ, അപ്പൊ 1 9 ഉണ്ട്. ഓക്കെ, എന്ത് കിട്ടി? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് 1 9 കിട്ടി. ഇവിടെ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാലോ സെറ്റ് ഓഫ് 1 9 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? നമ്മള് ഇത് വെരിഫൈ ചെയ്തു. സോ RHS is equal to LHS. So hence we verified this one. അടുത്തത് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് is equal to എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, നിങ്ങൾ ചെയ്തോളൂല്ലേ? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 3 4 5 6 7 8 9. അതായത് 2 മാത്രമില്ല അല്ലെ? 2 മാത്രമില്ല. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാലോ എ ഇന്റർസെക്ഷൻ ബിയിൽ എന്തുണ്ട്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, അപ്പൊ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാലോ അതിലും 2 മാത്രമില്ല. ഓക്കെ, ക്ലിയർ? അങ്ങനെ RHS is equal to LHS is equal to RHS എന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ നമുക്ക് സെറ്റിലെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ തുടങ്ങാം. സോ അതുവരേക്കും ബൈ ബൈ.